തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളை കേരള സേ പാട്ട് ആരാണ്? ഇത് വന്ന് ആ കേരള പസങ്ങ കേട്ടാ തപ്പാ നിனைச்சிடும். യൂസ് ചെയ്യാത്തൊരു വേർഡാണ് മണ്ണുണ്ണി. ഈ മണ്ണുണ്ണി. ഹലോ ഗായ്സ്, ഗായത്രി ദാമോദരൻ പിള്ളൈ. ഓക്കെ, ഞാൻ ആക്ച്വലി കുറച്ച് ദിവസം കണ്ട് വിചാരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് വിചാരിക്കുകയാണ്. കാരണം ഇവരിത് എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്, എന്താണിത് ഇവർക്ക്? ഒന്നാമത്തെ കാര്യം, മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരു നടിമാരെ കണ്ടെത്താൻ ഇവർക്ക് എന്താണ് ഇത്ര പ്രയാസം? എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മലയാളം സംസാരിക്കാൻ അറിയാവുന്ന എത്രയോ നടിമാരുണ്ട്. ഈവൻ ഹിന്ദി സിനിമാസിൽ അഭിനയിക്കുന്നവരെ ചില ആക്ട്രസസുകളില്ലേ, എന്ന് വെച്ചാല് മലയാളം അറിയാവുന്ന ചില ആൾക്കാരില്ലേ. അതെന്താണ് ഇത്ര പാട്? എല്ലാം പോട്ടെ, ഒരു മാന്യമായ പേരിട്ടൂടി, ഒരു മാന്യമായ പേര്. ഇത് എന്റെ പേര് അല്ലെന്നുണ്ടെങ്കിൽ ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ശാലിനി ഉണ്ണികൃഷ്ണൻ, തെക്കേപ്പട്ട് എന്തോ സുന്ദരി ദാമോദരൻ പിള്ളை, ഇങ്ങനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള കുട്ടികളുടെ പേര്? എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത്ര സിമ്പിൾ പേരുകളുണ്ട്. ഓക്കെ, ഇവർക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ക്ലീഷി കണ്ടന്റ് അല്ലാതെ ഒരു എന്താ പറയുന്നത്, ഇതിപ്പം ചെന്നൈ എക്സ്പ്രസിന്റെ മീഷോ വേർഷൻ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടില്ല, പക്ഷെ ഫ്രം ദ ട്രെയിലർ അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഈ കാര്യത്തിനെ പറ്റി. ഓക്കെ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലുള്ള ഒരു ആസ് എ മലയാളി, ഞാൻ ഒരു മലയാളിയാണ്. അപ്പം ഞാൻ എന്റെ ലൈഫിൽ യൂസ് ചെയ്യാത്തൊരു വേർഡാണ് മണ്ണുണ്ണി. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മണ്ണുണ്ണി എന്നുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണോ? ഞാൻ ആകെ മണ്ണുണ്ണി എന്നുള്ള യൂസ് ചെയ്യില്ല എന്നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാർ കാണും. മണ്ണുണ്ണി, പിന്നെ എന്റെ പൊന്നോ, ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട് ജാൻവി കപൂറിന്റെ, കേരള മോഹൻലാൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. എന്റെ പൊന്നോ, ഉള്ള തൊലികളും ഉരിഞ്ഞ് ഓടും. ആ രീതിക്കാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. അത്രയ്ക്ക് എന്റെ പൊന്നോ, എനിക്ക് അറിയാൻ വയ്യ ഇതൊക്കെ എവിടെ എങ്ങനെ. എന്നാലും അത് വേറെ ഒരു സ്റ്റേറ്റുകാർക്കും ഇത് കാണുമ്പോൾ ഇത്രയും ക്രിഞ്ച് തോന്നില്ല. മലയാളിയായിട്ട് അത് കാണാം, അപ്പോഴാണ് അതിന്റെ ക്രിഞ്ചിന്റെ ഫെസ്റ്റിവൽ നമുക്ക് മനസ്സിലാവുന്നത്. എനിക്കൊന്നും കൈരളി ഡബ് ചെയ്യും ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് കൈരളി ഡബ് ചെയ്യും. എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ, എനിക്ക് ജസ്റ്റ് എന്താ പറയുന്നത്, ഞാൻ പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്കിതൊന്ന് കാണണം, ഇതിനകത്ത് എന്താണുള്ളത്. പക്ഷെ ഒരു കാര്യം അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, പാട്ടുകളും സിനിമാറ്റോഗ്രാഫിയും പക്ക അടിപൊളി. ക്യാമറയുടെ ആംഗിൾസ് ഒക്കെ ഒരു രക്ഷയില്ല, അത്ര നല്ല രസമുണ്ട്. സോങ്സിന്റെ ഷൂട്ടിങ്ങുകളൊക്കെ പക്ക നല്ല സീനറിയാണ് കേട്ടോ. നല്ല പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ എന്ന് വെച്ചാൽ ഒരു 90s വൈബ് തിരിച്ചു വന്ന പോലെയുള്ള പാട്ടുകൾ. ഞാനും 27 മണിക്കൂർ ഈ പാട്ട് കേൾക്കലാണ് പരിപാടി. എനിക്ക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകൾ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഡ്രസ്സിങ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആർട്ട് ടീമൊക്കെ നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. സോങ്സ് ഒക്കെ കൊള്ളാം. ഓക്കെ, ബാക്കിയെല്ലാം കൊള്ളാം. പക്ഷെ ഈ ഒരൊറ്റ കാര്യം പോലെ ഒരു സിനിമ ഇതാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അറിയായിരിക്കും, ആസ് എ മലയാളികൾക്ക് അറിയായിരിക്കും നമ്മൾ എന്തുമാത്രം ഇതിനെപ്പറ്റിയുള്ള ട്രോളുകൾ കാണുന്നുണ്ടെന്നുള്ളത്. പിന്നെ ജോക്സ് അപ്പാർട്ട് നമുക്കെല്ലാം മാറ്റി നിർത്തി ഇതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. 29-നാണെന്ന് റിലീസ്. അപ്പൊ നമുക്ക് ഈ സിനിമയൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം സിനിമ കണ്ടിട്ട് ഞാൻ ഇതിന്റെ ഒരു ബാക്കി വീഡിയോ ഇടുന്നതായിരിക്കും. ദിസ് ഇസ് നോട്ട് എന്താ പറയുക ഒരു ഡീറ്റെയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഈ സിനിമയെ പറ്റി ഒന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം യാ